PM ശ്രീയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഭരണമുന്നണിയിൽ ഉടലെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ബിനോയ് വിശ്വം നടത്തിയ വാർത്താ സമ്മേളനം. സർക്കാരിനെ എതിരെ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നതായിരുന്നു. മുന്നണി മര്യാദ ലംഘിക്കപ്പെട്ടു എന്ന വലിയ കുറ്റപ്പെടുത്തൽ CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. CPI കടുത്ത തീരുമാനത്തിലേക്ക് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എക്സിക്യൂട്ടീവ് ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനം പ്രഖ്യാപിക്കും എന്നതായിരുന്നു ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞു നിർത്തിയ കാര്യം. അപ്പോൾ കൂടുതൽ ഗൗരവത്തോടു കൂടി തന്നെ ഈ വിഷയങ്ങളും ഈ സാഹചര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് എന്താണ് തീരുമാനം എന്നത് എക്സിക്യൂട്ടീവിന് ശേഷം പ്രഖ്യാപിക്കും എന്നതായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അപ്പോൾ തന്നെ കടുത്ത തീരുമാനങ്ങളിലേക്കാണോ CPI നീങ്ങുന്നത് എന്നതുൾപ്പെടെയുള്ള സംശയങ്ങൾ ഉടലെടുത്തിരുന്നു. പക്ഷേ വാർത്താസമ്മേളനം പറഞ്ഞു നിർത്തുമ്പോൾ ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു അഭിവാജ്യ ഘടകമാണ് CPI എന്നതുൾപ്പെടെയുള്ളത് പറയുമ്പോൾ മുന്നണി വിടുന്ന തരത്തിലേക്കൊന്നുമുള്ള കടുത്ത തീരുമാനത്തിലേക്ക് CPI പോകില്ല എന്നത് ഉറപ്പായിരുന്നു. പക്ഷേ പിന്നീട് എന്ത് തീരുമാനങ്ങളിലേക്കാണ് CPI എത്തുന്നത്? മുന്നണി മര്യാദയുടെ വലിയ ലംഘനം ഉണ്ടായിരിക്കുന്നു എന്നത് ചൂണ്ടിക്കാണിച്ചു. ഇങ്ങനെയല്ല ഒരു ഇടത് സർക്കാർ മുന്നോട്ട് പോകേണ്ടത് എന്ന് CPI അസന്നിഗ്ധമായി വ്യക്തമാക്കിയുമൊക്കെ ചെയ്ത ഘട്ടത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ചുള്ള വലിയ ഉദ്വേഗവും ആകാംക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് CPM മുൻകൈയിൽ ഇത് കോംപ്രമൈസ് ആക്കാനുള്ള ശ്രമങ്ങളാണ് രാവിലെ മുതൽ നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രിയുടെയും മറ്റും നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് MN സ്മാരകത്തിലെത്തി ബിനോയ് വിശ്വത്തെ നേരിൽ കാണാനുള്ള ശ്രമം നടത്തി. അദ്ദേഹം അവിടെ എത്തി നേതാക്കന്മാരുമായി സംസാരിച്ചു, ബിനോയ് വിശ്വവുമായി സംസാരിച്ചു. അതിൻ്റെ ഫോട്ടോ അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തു. വളരെ ഊഷ്മളമായ സൗഹൃദം അത് സൂചിപ്പിക്കുന്ന GR അനിലും ഒപ്പം തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ഒപ്പം നിൽക്കുന്ന ഒരു ചിത്രമാണ് വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ ഇട്ടത്. അതിനു മുൻപ് തന്നെ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഫേസ്ബുക്കിൽ സൂചിപ്പിച്ചിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്ന വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈ നിമിഷം വരെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ അനുനയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു വിശദീകരണങ്ങളോ ഉറപ്പോ ഒന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. GR അനിൽ മാത്രമാണ് അതിനുശേഷം പ്രതികരിച്ചത്. അത് ഒരു കൂടിക്കാഴ്ചയിലൂടെ ഒന്നും അവസാനിക്കുന്നതല്ല കാര്യങ്ങൾ എന്ന സൂചന നൽകുന്നതായിരുന്നു. CPI എന്തായാലും 27-ന് ചേരുന്ന നിർവാഹക സമിതി യോഗത്തിന് ശേഷം മാത്രമായിരിക്കും PM ശ്രീയിൽ ഈ വിദ്യാഭ്യാസ വകുപ്പെടുത്ത നടപടിയിൽ അത് CPIയെ അറിയിക്കാത്തതിൽ, മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാത്തതിൽ, NEP നടപ്പാക്കുന്നതിൽ ഉൾപ്പെടെയുള്ള എതിർപ്പ് CPI പ്രകടിപ്പിക്കുമ്പോൾ അതിൽ എന്ത് തുടർ നടപടികൾ എന്ന കാര്യത്തിൽ 27-ന് മാത്രമേ CPI തീരുമാനമെടുക്കൂ. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്ന പരിഹാരം ആയോ ഇല്ലയോ എന്നത് സംബന്ധിച്ചൊരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികരണമോ ഇന്ന് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നതുകൂടി നമുക്കറിയാം. അതുകൊണ്ടാണോ ഒരുപക്ഷെ ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണാത്തത്? അതോ ഒരു തരത്തിലും അനുനയിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണോ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും എന്താണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞത്, GR അനിൽ എന്താണ് പറഞ്ഞത് എന്നത് കേട്ടതിന് ശേഷം തിരിച്ചെത്താം. ഞാൻ ബിനോയ് വിശ്വം സാറിനെ കാണാൻ വന്നു. GR അനിൽ മന്ത്രി ഉണ്ടായിരുന്നു. ഞങ്ങൾ ചില ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പോസിറ്റീവാണോ? എല്ലാ പ്രശ്നങ്ങളും തീരും. കരാറ് പിന്നോട്ട് പോകും. ഇല്ല, അത് പരസ്പരം കാര്യങ്ങൾ പറഞ്ഞെന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നയപരമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അത് പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കും. സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. പിന്നെ അതിലൊന്നും അങ്ങനെ സ്വകാര്യ സംഭാഷണത്തിൽ തീരുന്ന വിഷയങ്ങളല്ലല്ലോ. സ്വകാര്യ സംഭാഷണമായിരുന്നു, ഒരു ഔദ്യോഗികമായ ഒരു മുഖമില്ലേ? ഇനിയും ചർച്ച വേണ്ടി വരും. പാർട്ടി ഓഫീസിൽ വന്ന് പാർട്ടി ഓഫീസിൽ ഒരാൾ വന്നാൽ കാണാതിരിക്കാം. ഇനിയും ചർച്ച വേണ്ടി വരും.
ഈ വിഷയത്തിൽ എത്തിപ്പെട്ടിരിക്കുന്ന നിസ്സഹായ അവസ്ഥയാണ് GR അനിലിന്റെ വാക്കുകളിൽ ഉള്ളത്. CPIയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ പിന്നോട്ട് പോവുക ഒട്ടും സാധ്യമല്ല. അതേസമയം കൂടുതൽ കടുത്ത തീരുമാനത്തിലേക്ക് പോവുക എന്നതും അസാധ്യമാണ്. ഇടതുമുന്നണി വിടുകയോ കൂടുതൽ അസ്വാരസ്യങ്ങൾ നിർണായക തെരഞ്ഞെടുപ്പുകൾ വരുന്ന ഘട്ടത്തിൽ മുന്നണിയിൽ ഉണ്ടാക്കുകയോ എന്നത് സാധ്യമുള്ള കാര്യമല്ല. ഉള്ളിൽ നിന്നുകൊണ്ട് തങ്ങളുടെ നയം മുറുകെ പിടിച്ചുകൊണ്ട് ഉള്ള പ്രതിഷേധം അത് പുറത്ത് കാണിക്കുക എന്നതാണ് CPI ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ചർച്ചകളും അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ളത് തന്നെയായിരുന്നു. ഇന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം GR അനിൽ പറയുന്നു, ഇത് നയപരമായ കാര്യങ്ങളാണ്, കമ്മിറ്റി കൂടി തീരുമാനമെടുക്കേണ്ടുന്ന കാര്യങ്ങളാണ്, ഇതിലൊരു തരത്തിലും അനുനയിക്കൽ ഉണ്ടായിട്ടില്ല, ആരെങ്കിലും വന്നാൽ കാണാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒഴുക്കൻ മറ്റുള്ള പ്രതികരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് CPIക്ക് പോകാൻ കഴിയില്ല എന്ന ഒരു പ്രതിസന്ധി കൂടി ഈ വിഷയത്തിൽ CPIക്ക് ഇപ്പോൾ ഉണ്ട് എന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നതാണ്. മാത്രവുമല്ല, വി ശിവൻകുട്ടി പുറത്തുവിട്ട ഫോട്ടോയിൽ വളരെ ഊഷ്മളമായ ബന്ധം, ബിനോയ് വിശ്വത്തിൻ്റെയൊക്കെ ചിരിക്കുന്ന മുഖം നമുക്ക് കാണാം. ഇന്നലെ സംസാരിക്കുമ്പോഴും ബിനോയ് വിശ്വം പറഞ്ഞത് ഞങ്ങളുടെ സഖാവാണ് വി ശിവൻകുട്ടി എന്നതാണ്. അപ്പോൾ അതിനപ്പുറം ഈ നയപരമായ കാര്യത്തിൽ ഉള്ള മന്ത്രിസഭാ യോഗത്തിൽ പോലും കാര്യങ്ങൾ മറച്ചു പിടിക്കുന്ന, മുന്നണി മര്യാദ പാലിക്കാതെയുള്ള നീക്കത്തിൽ കടുത്ത പ്രതിഷേധം ഉണ്ട് എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ഇന്ന് പ്രതിപക്ഷം ഇതിനെ മറ്റൊരു ആംഗിളിൽ നോക്കിക്കാണുകയാണ്, മറ്റൊരു ആംഗിളിലേക്ക് അവരുടെ വിമർശനങ്ങൾ എത്തിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകൾ അപ്രകാരമുള്ളതാണ്. കാരണം മുഖ്യമന്ത്രി ഡൽഹിയിൽ പ്രധാനമന്ത്രിയുമായി 10-ാം തീയതി കൂടിക്കാഴ്ച നടന്നതിന് ശേഷമാണ് അസാധാരണമായ ഒരു വേഗം PM ശ്രീയിൽ ഒപ്പിടുന്നതിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ആ കൂടിക്കാഴ്ചയിൽ എന്ത് സംഭവിച്ചു എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. PM ശ്രീ പദ്ധതിക്കായി എന്ത് സമ്മർദ്ദമാണ് കേരളത്തിന് കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായത് എന്ന ചോദ്യം VD സതീശൻ ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രിക്ക് മേൽ സംഘപരിവാർ സമ്മർദ്ദം ചെലുത്തുന്നു എന്നതാണ് VD സതീശൻ ഇക്കാര്യത്തിൽ പറഞ്ഞത്. 10-ാം തീയതി നടന്ന കൂടിക്കാഴ്ചയിൽ എന്തോ സംഭവിച്ചു. 16-ന് MOU ഒപ്പിടുന്നു. അതിനുശേഷമാണ് മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാരെ കബളിപ്പിച്ചത് എന്നതുകൂടി, CPI അംഗങ്ങളെയും മറ്റു മന്ത്രിമാരെയും കബളിപ്പിച്ചത് എന്നതുകൂടിയാണ് VD സതീശൻ ചൂണ്ടിക്കാട്ടുന്നത്. ബിനോയ് വിശ്വത്തിന്റെ ചോദ്യങ്ങൾക്ക് CPM മറുപടി പറയണം എന്നതും കൂടി VD സതീശൻ പറയുന്നു. തീയതിയും മറ്റു കാര്യങ്ങളും കാണുമ്പോൾ തീർച്ചയായും ഒരു ഗൂഢാലോചനയും ദുരൂഹതയും ഇതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്നു എന്നതാണ് VD സതീശൻ ഇന്ന് കുറ്റപ്പെടുത്തിയത്. അപ്പോൾ ഈ അനാവശ്യ തിടുക്കം മന്ത്രിസഭാ അംഗങ്ങളെ പോലും അറിയിക്കാതെ കേരളത്തെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഈ തീരുമാനമെടുത്തതിൽ ഗൂഢാലോചനയുണ്ട്. കേന്ദ്രത്തിന്റെ സമ്മർദ്ദത്തിന് കേരളം വഴങ്ങേണ്ടി വന്ന സാഹചര്യം എന്ത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ CPIയെ മാത്രമല്ല ഇരുട്ടിലാക്കിയിരിക്കുന്നത്, കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് ഈ എഗ്രിമെന്റ് ഒപ്പുവച്ചിരിക്കുന്നത്. ഈ എഗ്രിമെന്റ് 10-ാം തീയതി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അമിത്ഷായെയും കണ്ടത് 16-ാം തീയതി തന്നെ ഇത് ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നിർബന്ധമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പുറത്തു പറയണം. എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത്, ഏത് തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇതിന്റെ പുറകിൽ നടന്നിരിക്കുന്നത്, എന്ത് ഗൂഢാലോചനയാണ് ഇതിന്റെ അകത്ത് പുറകിൽ നടന്നിരിക്കുന്നത് എന്ന് പുറത്തു വരണം. കാരണം മുന്നണിയിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തില്ല, ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു ക്യാബിനറ്റിൽ ചർച്ച ചെയ്തില്ല. അക്ഷരാർത്ഥത്തിൽ CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ MA ബേബി പോലും അറിഞ്ഞിട്ടില്ല. ആരോരും അറിയാതെ, മന്ത്രിസഭാംഗങ്ങൾ പോലും അറിയാതെ ഇത്ര രഹസ്യ സ്വഭാവത്തിൽ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ഈ PMCയിൽ ഒപ്പുവയ്ക്കാനുള്ള അതിന്റെ പുറകിലുള്ള ദുരൂഹതയാണ് ഇനി മറനീക്കി പുറത്തു വരേണ്ടത്. എന്ത് സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ എന്ത് സമ്മർദ്ദം മുഖ്യമന്ത്രിക്ക് മേൽ ഉണ്ടായി എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ആ CPM BJP ബാന്ധവം, അതിനപ്പുറം BJPക്ക് കീഴടങ്ങുന്ന മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് ഈ വിഷയം കൊണ്ടുപോകാൻ പ്രതിപക്ഷം ശ്രമിക്കുമ്പോൾ പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങളിൽ കേന്ദ്ര നേതൃത്വവും ഉണ്ട് എന്നതുകൂടി നമ്മൾ കാണണം. CPIയുടെ കേന്ദ്ര നേതൃത്വം, ഒപ്പം CPMന്റെ കേന്ദ്ര നേതൃത്വവും ഈ വിഷയത്തിൽ ഇടപെടുന്നു. ഇന്ന് D രാജ നേരിട്ട് MA ബേബിയെ കണ്ട് ഈ വിഷയം സംസാരിക്കുന്നു. ഈ വിഷയത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളിലുള്ള അതൃപ്തി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വിഷയം സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന കാര്യമാണ് നേതാക്കൾ വ്യക്തമാക്കിയത്. MA ബേബിയും അക്കാര്യം മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു.
ഓക്കെ, എം എ ബേബി മാധ്യമങ്ങളെ കാണുമ്പോൾ ഇത് സംസ്ഥാന തലത്തിൽ പരിഹരിക്കേണ്ട വിഷയമാണ് എന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ മന്ത്രിസഭാ യോഗത്തിൽ ഇത് ചർച്ച ചെയ്തില്ല എന്ന കാര്യം പറയുമ്പോൾ, മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തി എന്ന് പറയുമ്പോൾ, അത് CPM മന്ത്രിമാർ പോലും ഇത്തരമൊരു നീക്കം അറിഞ്ഞിട്ടില്ല എന്ന ഒരു കാര്യമാണ് ഇവിടെ ആരോപിക്കപ്പെടുന്നത്. അങ്ങനെ CPM-ന്റെ മന്ത്രിമാരിൽ നിന്ന് പോലും ഇത് മറച്ചുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പലർക്കും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്ന വിവരങ്ങളൊക്കെയും പുറത്തു വരികയാണ്. ഇനിയിപ്പോൾ ഇതിൽ CPM ഈ NEP നടപ്പാക്കില്ല എന്ന് ഉറപ്പു നൽകിക്കൊണ്ട് മുന്നണി മര്യാദകൾ പാലിക്കുന്നതിലുള്ള വീഴ്ച പരോക്ഷമായി സമ്മതിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്ന പരിഹാരത്തിലേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. വി ശിവൻകുട്ടിയുടെ സന്ദർശനവും അത്തരത്തിലുള്ളതായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത്തരമൊരു നീക്കം ശക്തമാക്കുമ്പോൾ അവിടെ തടയിടുകയാണ് BJP നേതാക്കൾ. ഇന്ന് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കാൻ കഴിയില്ല എന്ന കാര്യം എന്ന് പറയുന്നത് സാധ്യമല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. കേന്ദ്ര നയങ്ങൾ കേരളത്തിനും ബാധകമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അത് നടപ്പാക്കാതെ പണം മാത്രം വാങ്ങാം എന്ന വിചാരം വേണ്ട എന്നാണ് കെ സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. മാത്രവുമല്ല, സവർക്കറിനെ കുറിച്ചും ഹെഡ്ഗേവാറിനെ കുറിച്ചും ഒക്കെ പഠിക്കേണ്ടി വരും എന്ന കാര്യം കൂടി കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. CPIയെ അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. CPI കുരയ്ക്കുകയേ ഉള്ളൂ, കടിക്കില്ല തുടങ്ങിയ പരിഹാസ വാക്കുകളും കെ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. CPIയെ പോലെ ഇത്രയും നിലപാടില്ലാത്തൊരു പാർട്ടി രാജ്യത്ത് വേറെ ഉണ്ടോ? CPI എപ്പോഴും കുറയ്ക്കും, പക്ഷെ കടിക്കില്ല. CPIക്കുള്ള ഒരു ഏറ്റവും വലിയ ഗുണം അതാണ്. CPI കുറയ്ക്കും, കടിക്കില്ല. കാരണം ബിനോയ് വിശ്വത്തിന്റെ വകുപ്പുകളെല്ലാം നടപ്പാക്കില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്. CPIയുടെ വകുപ്പ് എല്ലാം അക്ഷരം പ്രതി അണപായി തീർത്ത് കാശും വാങ്ങി പദ്ധതികളെല്ലാം നടപ്പാക്കി. വിദ്യാഭ്യാസ വകുപ്പിലെ കാശും അതുപോലെ പദ്ധതിയും നടപ്പാക്കണ്ട എന്ന് ഇവർ പറയുമ്പോൾ ഏത് പദ്ധതിയാണ് കേരളത്തിൽ നടപ്പാവുന്നത്? സംസ്ഥാനത്തിൽ എന്ത് പദ്ധതിയാണ് ഇവിടെ ഉള്ളത്? അപ്പോൾ മറ്റ് വകുപ്പുകൾക്ക് മന്ത്രിമാർക്ക് ഒക്കെ നടപ്പാക്കാം. CPIയുടെ തന്നെ വകുപ്പിൽ ഈ കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുമ്പോൾ എന്തുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിൽ മാത്രം പറ്റുന്നില്ല എന്നൊരു ചോദ്യം സുരേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട്. മാത്രവുമല്ല, NEP-യിൽ നിന്ന് വിട്ടുനിൽക്കാമെന്ന് കരുതേണ്ട എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു കെ സുരേന്ദ്രൻ. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് എന്ന കാര്യം ഇപ്പോഴും സംശയത്തിലാണ്. CPI കടുത്ത വിമർശനം തന്നെ ഇപ്പോഴും ഉന്നയിക്കുന്നു. നിലപാടിൽ ഒട്ടും മാറ്റം വരുത്തിയിട്ടില്ല എന്ന സൂചനകൾ ഒരു ഭാഗത്ത് നൽകുന്നു. CPI തന്നെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിന് മുന്നിലേക്ക് വലിയ പ്രതിഷേധം നടത്തി. KSUവും ഏതാണ്ട് അതേ സമയം തന്നെ ഉച്ചയ്ക്ക് ശേഷം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിന് മുന്നിലേക്ക് വലിയ പ്രതിഷേധം നടത്തി. അപ്പോൾ പ്രത്യക്ഷ സമര രംഗത്ത് തന്നെയാണ് CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഉള്ളത്. CPIക്കുള്ളിൽ തന്നെ വലിയ വിയോജിപ്പ് ഉള്ള ഒരു വിഭാഗമുണ്ട് എന്നതുകൂടി ഓർക്കണം. അപ്പോൾ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു അനുനയത്തിലേക്ക് പോകണമെങ്കിൽ പോലും CPIക്കുള്ളിൽ അത് ആദ്യം തീരുമാനത്തിലേക്ക് എത്തണം എന്ന ഒരേ ഒരു തീരുമാനത്തിലേക്ക് അവരും എത്തണം എന്നൊരു സാഹചര്യമുണ്ട്. ഇതിൽ ഏതായാലും വലിയ അനിശ്ചിതത്വം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുകയാണ്. അനുനയ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ 27-ലെ എക്സിക്യൂട്ടീവ് യോഗത്തിന് മുൻപ് ഒരു തീരുമാനത്തിലേക്ക് എത്തുമോ കാര്യങ്ങൾ എന്നതാണ് അറിയേണ്ടത്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ നടന്ന ആ കടുത്ത പ്രതിഷേധം ഒന്ന് കാണാം.
അപ്പോൾ ഒരു ഭാഗത്ത് കടുത്ത പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് തന്നെ മറുഭാഗത്ത് നേതൃതലത്തിൽ ഒരു അനുരഞ്ജനത്തിനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. 27-ന് എക്സിക്യൂട്ടീവ് ചേർന്ന് തീരുമാനം പ്രഖ്യാപിക്കും. മുന്നണിക്ക് അലോസരം ഉണ്ടാകാത്ത രീതിയിൽ പ്രശ്നപരിഹാരത്തിനുള്ള നീക്കമാണ് നേതൃതലത്തിൽ നടക്കുന്നത് എന്നതാണ് സൂചന. മുഖ്യമന്ത്രി തന്നെ അത്തരം നിർദ്ദേശങ്ങൾ നൽകിയതിന്റെ ഭാഗമായിട്ടാണെന്ന് വി ശിവൻകുട്ടിയുടേത് ഉൾപ്പെടെയുള്ള കൂടിക്കാഴ്ചകൾ നടന്നിരിക്കുന്നത്. അപ്പോൾ പ്രശ്നം വളരെ വേഗത്തിൽ പരിഹരിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് പ്രതിപക്ഷത്തിന് ഇട നൽകാത്ത തരത്തിലുള്ള ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് പ്രഖ്യാപനമായി എത്താൻ 27 വരെ സമയമെടുക്കും എന്നതാണ് മനസ്സിലാകുന്നത്. അതിന് അപ്പുറമുള്ള ഒരു കടുത്ത തീരുമാനത്തിലേക്ക് കാര്യങ്ങളൊന്നും പോകാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്നതാണ് വിലയിരുത്തലുകൾ.